ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന് CPM കേരളത്തിൽ ഏറ്റുവാങ്ങിയതോടെ രാജ്യത്തെ CPM MLA-മാരുടെ എണ്ണം രണ്ടക്കത്തിൽ ഒതുങ്ങി. ഒരു കാലത്ത് 200-ന് മുകളിൽ MLA-മാരുണ്ടായിരുന്ന CPM-ന് 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം കൂടി വന്നതോടെ 44-ആയി ഒതുങ്ങി. ഇതാദ്യമായാണ് CPM-ന് MLA-മാരുടെ എണ്ണത്തിൽ ഇത്രയധികം കുറവുണ്ടാവുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടെ നിലവിൽ കേരളത്തിലെ CPM MLA-മാരുടെ എണ്ണം 26-ആയി ചുരുങ്ങി. 1977, 2001 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം CPM ഏറ്റവും പിന്നിലാകുന്നത് ഇത്തവണയാണ്. 2021-ൽ 61 MLA-മാരാണ് CPM-ന് കേരള നിയമസഭയിലുണ്ടായിരുന്നത്. CPM രൂപീകരിച്ചതിനു ശേഷം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കുറവ് MLA-മാരെ വിജയിപ്പിക്കാനായത് 1977-ലാണ്. അന്ന് UDF തരംഗത്തിൽ 24 MLA-മാരെ മാത്രമാണ് CPM-ന് വിജയിപ്പിക്കാനായത്. 1977-ന് ശേഷം CPM ദയനീയ പ്രകടനം കാഴ്ചവെച്ചത് 2001-ലാണ്. അന്ന് 24 MLA-മാരെയാണ് വിജയിപ്പിക്കാനായത്. 1982, 1991 എന്നീ തെരഞ്ഞെടുപ്പുകളിൽ കേവലം 28 MLA-മാരെ വിജയിപ്പിക്കാനാണ് CPM-ന് കഴിഞ്ഞത്. വർഷങ്ങളോളം ത്രിപുര ഭരിച്ചിരുന്ന CPM-ന് നിലവിൽ 10 MLA-മാർ മാത്രമാണുള്ളത്. രാജസ്ഥാനിൽ 2 അംഗങ്ങൾ CPM-നുണ്ട്. ഇതിനു പുറമെ ബീഹാർ, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ഓരോ MLA-മാർ വീതവും CPM-നുണ്ട്. ഒരു കാലത്ത് CPM-ന് ഏറെ വളക്കൂറുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശ്, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ നാളുകളായി CPM-ന് MLA-മാരില്ലാത്ത സ്ഥിതിയാണ്.